ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു അടിപൊളിയായിട്ടുള്ള മാംഗോ പാൻ കേക്കാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഈ പാൻ കേക്ക് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈഫിൽ ഒരു തവണയെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കണം കേട്ടോ. അത്രയായിട്ടുള്ളൊരു മസ്റ്റ് ട്രൈ ഐറ്റാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3 മാംഗോ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തിട്ട് നല്ല മധുരമുള്ള മാംഗോ ഉണ്ടല്ലോ, അങ്ങനെ തന്നെ നോക്കിയെടുക്കണം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പാകിസ്ഥാനി മാംഗോ ആണ്. ഞാൻ അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് ക്യൂബ്സ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ മാംഗോ എടുക്കുന്ന സമയത്ത് നല്ല മധുരമുള്ള മാംഗോ തന്നെ നോക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിതിൻ്റെ സ്കിൻ കട്ട് ചെയ്തിട്ട് എല്ലാം ഒന്ന് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് പാൻ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട ആവശ്യമുണ്ട്. ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ശേഷം 250 ml ഒരു കപ്പിൽ 1 കപ്പ് മൈദാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 250 ml ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് പൗഡർഡ് ഷുഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ശേഷം നമ്മൾ ഇതിൽ ലെഫ്റ്റ് ഓവർ പാർട്സ് ആയിട്ടുള്ള മാംഗോ ഉണ്ടല്ലോ, നല്ല ഭാഗങ്ങളല്ലാത്ത ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് മാംഗോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതുപോലെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പേന വെക്കാം. ശേഷം ഇതുപോലെ ചെറിയൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു തവണ മാത്രം ബട്ടർ ചേർത്താൽ മതി. ബട്ടർ ചേർത്ത് ഫസ്റ്റിൽ തന്നെ ഒന്ന് ഇതുപോലെ ടിഷ്യൂവിനെ കൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പാന് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ചെറിയ തീയിലായിരിക്കണം പാന് വെക്കേണ്ടത്. നമ്മൾ ചൂട് ഓവറാവരുത്. പാന് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ വളരെ ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്ക് ഈ പാന് കേക്ക് ചുട്ടെടുക്കേണ്ടത്. ഫസ്റ്റ് ഇതുപോലെ മൊത്തത്തിൽ സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഞാനിപ്പോൾ പാൻ കേക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാൻ പോവാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് പാൻ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാനും. ശേഷം ഇതുപോലെ ഒരു പിഞ്ച് ഞാൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് പാൻ കേക്ക് ഈ മാംഗോ പാൻ കേക്ക് തയ്യാറാക്കുമ്പോൾ എന്തായാലും ചേർത്ത് കൊടുക്കും. ഇപ്പോൾ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ ആവശ്യമില്ല, പക്ഷേ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നമ്മളെ പാൻ കേക്ക് യെല്ലോ കളറിലാണ് ഉണ്ടാവൽ. ഇതുപോലെ ഓരോ തവികളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം വളരെ ലൈറ്റ് തിൻ ലെയറായിട്ട് ചുട്ടെടുക്കാൻ കഴിയും അതുപോലെ വേണം ചുട്ടെടുക്കാൻ. നമ്മളുടെ മാവിന് തീരെ കട്ടി കൂടാൻ പാടില്ല. അപ്പോൾ നമ്മൾ പാൻ കേക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കുറവുള്ളതുപോലെ ഉണ്ടാവും. കാരണം കുറച്ച് കട്ടിയുള്ള മാവായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ദോശയൊക്കെ ചുട്ടെടുക്കുമ്പോൾ എത്രത്തോളം തിൻ ലെയറായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ കഴിയും അങ്ങനെ വേണം ഇതുപോലെ വീശിയിട്ട് ചുട്ടെടുക്കാൻ. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് തിരിച്ചിടാം. ഇനി കൺസിസ്റ്റൻസി കുറച്ച് തിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കണം. ഇതുപോലെ ബ്രൗൺ നിറം ആകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം. മറ്റേ ഭാഗം ബ്രൗൺ നിറമാവാൻ നിൽക്കരുത്. ഇതുപോലെ തന്നെ വേഗം എടുക്കാം. ഞാനിപ്പോൾ അടുത്തതും ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. നിങ്ങളിത് ചുട്ടെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തിൻ ലെയറായിരിക്കണം എന്നുള്ളതാണ്. മാവിന് തീരെ കട്ടി കൂടാൻ പാടില്ല. വളരെ ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കുകയും ചെയ്യേണ്ടത് കേട്ടോ. ലൈഫിൽ ഒരു തവണയെങ്കിലും ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കട്ടെ. അത്രയും അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു മാംഗോ പാൻ കേക്കാണ് കേട്ടോ ഇത്. ഈ ഒരു കളറായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എടുക്കാം. ഇപ്പം ഞാൻ മൊത്തത്തിൽ ബാക്കിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനാവശ്യം വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഞാൻ അടിക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ, നമ്മളെ വീഡിയോ ഓവർ ലെങ്തി ആവണ്ടെന്ന് കരുതിയിട്ട്. ഇനി വിപ്പിംഗ് ക്രീമിൽ മധുരം ഇല്ലയെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കുറച്ച് പൗഡർഡ് ഷുഗർ ചേർത്ത് വിപ്പിംഗ് ക്രീം നല്ല മധുരത്തിലാക്കണം. കാരണം ഇത് നല്ലൊരു സ്വീറ്റായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ മധുരം തന്നെ വിപ്പിംഗ് ക്രീമിന് എന്തായാലും ചെക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാൻ മൊത്തത്തിലൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഒന്ന് എടുക്കുന്നുണ്ട്. ഇതുപോലെ ആക്കിയിട്ട് നമ്മുടെ ഉൾഭാഗം ഉണ്ടല്ലോ, നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഉൾഭാഗം ഉണ്ടല്ലോ ഒരു ബ്രൗൺ നിറമായ രീതിയിലുള്ള ഭാഗം, ആ ഭാഗമാണ് നമ്മൾ ഉള്ളിലേക്ക് വെക്കേണ്ടത് കേട്ടോ. പാൻ കേക്കിൻ്റെത് നല്ല മഞ്ഞ കളർ കാണുന്ന ഭാഗം നമ്മൾ പുറമേക്കാണ് വെക്കേണ്ടത്. ഇതുപോലെ 2 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീം ചേർത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ മാംഗോ ക്യൂബ്സ് ഫില്ലിംഗ് ആയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ആ ബ്രൗൺ ഭാഗം കാണുന്ന ഭാഗം ഉള്ളിലേക്കും നല്ല യെല്ലോ കളർ കാണുന്ന ഭാഗം നമ്മൾ പുറമേക്കുമാണ് വെക്കേണ്ടത് കേട്ടോ. എന്നാലേ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പാൻ കേക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ സ്പ്രിംഗ് റോളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഫോൾഡ് ചെയ്തെടുക്കില്ലേ, അതുപോലെ നല്ലോണം ഫോൾഡ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം പുറമേക്ക് ആവാത്ത രീതിയിൽ അതിനനുസരിച്ചിട്ട് ഫില്ലിംഗ് ആയിട്ട് ചേർത്ത് കൊടുക്കാൻ മതി. ഓവർ ഫില്ലിംഗ് ആക്കേണ്ട. നമ്മളുടെ ഈ പാൻ കേക്കിൻ്റെ സൈസിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഫില്ലിംഗ് അതിൽ നിറച്ച് കൊടുക്കാൻ. ഇതിപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്തോ അതെല്ലാം നമ്മൾ ഗസ്റ്റൊക്കെ വരുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഐറ്റം കേട്ടോ. കണ്ടില്ലേ, ഞാൻ ഈ ബ്രൗൺ നിറമാകുന്ന ഭാഗമാണ് ഉള്ളിലേക്ക് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ, എന്നാലേ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു സ്പെഷ്യലായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. കാരണം അതങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആരും തയ്യാറാക്കില്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. ഇതുപോലെ ബാക്കി മൊത്തത്തിൽ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പം തന്നെ കഴിക്കരുത് കേട്ടോ, നല്ലോണം തണുപ്പിക്കണം. ഒരു 3-4 മണിക്കൂർ നിങ്ങൾക്ക് തണുപ്പിക്കാൻ കഴിയുമെങ്കിൽ നല്ലോണം തണുപ്പിച്ചിട്ട് വേണം, ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചൊരു പൗഡർഡ് ഷുഗർ ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കണം. അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കേണ്ടി. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി, സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, സപ്പോർട്ട് ചെയ്യേണ്ടി. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻ്റായിട്ട് പറയേണ്ടി. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഉടനെ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒരു മെൽട്ടായിട്ടായിരിക്കും. കാരണം നമ്മൾ പാൻ കേക്കിൻ്റെ ചൂടുകൊണ്ടാണ്, ചൂടുള്ള പാൻ കേക്കിലാണല്ലോ നമ്മളിത് ഫോൾഡ് ചെയ്തെടുത്തത്. പക്ഷേ നിങ്ങളിത് കഴിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അപ്പം തന്നെ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. നമുക്കിത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ മാംഗോ ബാറൊക്കെ കഴിക്കില്ലേ, അതുപോലെയാണ്. അപ്പോൾ നിങ്ങൾ ലൈഫിൽ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ 1 ടൈമെങ്കിലും നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ട് ഷുവറായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പുതിയ വീഡിയോകളായിട്ട് കാണാം കേട്ടോ.